അപ്പയുടെ കല്ലറ കണ്ടു പൊട്ടിക്കരഞ്ഞ് ചാണ്ടി ഉമ്മൻ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നിമിഷം മുതൽ ചാണ്ടി ഉമ്മനിൽ കേരള രാഷ്ട്രീയം ഒരു മന്ത്രിയെ കണ്ടിരുന്നു. അവസാന നിമിഷം വരെ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേരളത്തിൻ്റെ പ്രത്യാശയോടെയുള്ള നോക്കിക്കാണൽ. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ചാണ്ടി ഉമ്മനെ വെട്ടിവീഴ്ത്തുകയാണ് ചെയ്തത്. എല്ലാം കൊണ്ടും മന്ത്രിയാകാൻ അർഹനായിട്ടുള്ള ആളായിരുന്നു ചാണ്ടി ഉമ്മൻ. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഭയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വിധി. ചാണ്ടി ഉമ്മൻ ഒരു പക്ഷവും പിടിച്ചിരുന്നില്ല. KC വേണുഗോപാലിൻ്റെ പക്ഷക്കാരനായിരുന്നില്ല, രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരനായിരുന്നില്ല, VD സതീശൻ്റെ പക്ഷക്കാരനായിരുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ പക്ഷക്കാരനായിരുന്നു. ഏതെങ്കിലും ഒരു ജാതി മത വിഭാഗത്തിൻ്റെ ആളായി അദ്ദേഹം സ്വയം അവരോധിച്ചിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് വിജയിച്ചു കയറിയത്. 52,907 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും അവസാനം വരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ സ്വന്തം പാർട്ടിക്കാർ അദ്ദേഹത്തെ നിഷ്കരുണം വെട്ടിവീഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി നിസ്സംഗനായിട്ടുള്ള ഒരു ചാണ്ടി ഉമ്മനെയാണ് കേരള രാഷ്ട്രീയം കണ്ടത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഞാൻ 5 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയം അവസാനിപ്പിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, കൂട്ടിച്ചേർത്തത്, ഒരുപക്ഷെ 5 വർഷം വരെ കാത്തിരിക്കേണ്ടി വരില്ല, അതിനു മുൻപ് തന്നെ ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചെന്ന് വരും, ഭാവിയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ലെന്നായിരുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്, നിർഭാഗ്യവാനായിട്ടുള്ള ഒരു മകനാണ് ഞാൻ, സ്വന്തം അപ്പയെ കൊന്നു എന്ന് കേൾക്കേണ്ടി വന്ന ഒരു മകനാണ് ഞാൻ. എൻ്റെ പേരിലുള്ള ഒരു ഫ്ലെക്സും ഇനി ഈ കേരളത്തിൽ ഒരിടത്തും കാണരുത്, എൻ്റെ പേരുള്ള ഒരു നോട്ടീസും കാണരുത്, എന്നെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും കാണരുത്. അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നെ സ്നേഹിക്കുന്നവർ അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് പറഞ്ഞു വെച്ച കാര്യം. പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് പൊതിയുന്ന കാഴ്ചയാണ് പുതുപ്പള്ളിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം അപ്പയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് രാഷ്ട്രീയം വെട്ടിവീഴ്ത്തുന്നത്? എങ്ങനെയാണ് കുതികാല് വെട്ടാൻ അറിയാത്ത ഗ്രൂപ്പുകളിൽ തഴക്കവും വഴക്കവും വന്ന കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് നിഷ്കളങ്കനായിട്ടുള്ള, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ്സുകാരനായിട്ടുള്ള, അടിമുടി കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കുതികാല് വെട്ടി വീഴ്ത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഓർത്തഡോക്സ് സഭ ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്തഡോക്സ് സഭ വന്നിട്ട് പറഞ്ഞു, അയ്യോ ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രിയാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേർ ബഹളം വെക്കുന്നത് കണ്ടതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി നിലപാടെടുക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കണ്ടപ്പോൾ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരയുന്ന ഒരു മകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് മാറണേ ചേരൊന്ന് ഒതുക്കണേ.
ചാണ്ടി ഉമ്മനെ എല്ലാവരും തഴഞ്ഞെങ്കിലും പുതുപ്പള്ളിക്കാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുകയാണ്. ഓരോ കോൺഗ്രസ്സുകാരനും, ഗ്രൂപ്പില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഓരോ കോൺഗ്രസ്സുകാരനും ചാണ്ടി ഉമ്മനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർണായകമായൊരു പദവി ഈ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ നൽകാത്തത് എന്നാണ് നിഷ്കളങ്കരായിട്ടുള്ള കോൺഗ്രസിന് വേണ്ടി, ഒരു തരത്തിലെ അധികാര കേന്ദ്രത്തിനു വേണ്ടി പ്രവർത്തിക്കാത്ത, വാദിക്കാത്ത നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. എന്തിനാണ് ഈ ചെറുപ്പക്കാരനോട്, ഈ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനോട്, ഈ നിഷ്കളങ്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട്, ഈ നിഷ്കളങ്കനായിട്ടുള്ള ഈ കോൺഗ്രസ്സുകാരനോട് എന്തിനാണ് ഈ ചതി നേതൃത്വം ചെയ്തത് എന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. പാർട്ടിക്ക് അതീതമായി അത്തരമൊരു ചോദ്യം ഉയരുന്നു. കാരണം അത്രമാത്രം ജനപ്രിയനാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനെ നിഷ്കരുണം വെട്ടിവീഴ്ത്തിയത് ഇവിടുത്തെ CPM-കാരോ CPI-കാരോ BJP-കാരോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാരാണ്. ഉമ്മൻചാണ്ടിയെ കുതികാല് വെട്ടിയ അതേ ആൾക്കാർ തന്നെ ഇപ്പോഴും സജീവമാണ്. അതേ സിൻഡിക്കേറ്റ് തന്നെ ഇപ്പോഴും സജീവമാണ്. അതിൻ്റെ ബലിയാടാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.